അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നോമ്പുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്താനാണ് ഇപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒരുപാട് ആളുകൾക്കുള്ള സംശയമാണ്, വലിയ അശുദ്ധി ഉണ്ടായിരിക്കെ നോമ്പെടുത്താൽ നോമ്പ് കിട്ടുമോ, അഥവാ കുളിക്കുന്നതിൻ്റെ മുൻപ് വലിയ അശുദ്ധിക്കാരനെ നോമ്പെടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ്. വലിയ അശുദ്ധി അഥവാ ജനാബത്തുണ്ടാവുക, അതുപോലെ തന്നെ മെൻസസ് ഉണ്ടായി അത് മാറുക, ഇതൊക്കെ ഉണ്ടായി കുളി നിർബന്ധമായാൽ കുളിക്കുന്നതിൻ്റെ മുൻപ് നോമ്പെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇസ്ലാമിൽ കുളിക്കുന്നതിൻ്റെ മുൻപ് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റും, പക്ഷേ നിസ്കരിക്കാൻ പറ്റില്ല. ശുദ്ധിയില്ലാത്തത് കൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല. ഒരു സ്ത്രീക്ക് മെൻസസ് ഉണ്ടായി, രാത്രി മെൻസസ് മാറി, എന്നാൽ ആ സ്ത്രീക്ക് കുളിക്കുന്നതിൻ്റെ മുൻപ് തന്നെ നീയത്തൊക്കെ വെച്ച് നോമ്പ് അനുഷ്ഠിക്കാം. അതുപോലെ തന്നെ ജനാബത്തുണ്ടായി, വലിയ അശുദ്ധി ഉണ്ടായി, ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ എങ്ങനെ സ്വപ്നസ്ഖലനത്തിലൂടെയോ മറ്റോ വലിയ അശുദ്ധി ജനാബത്തുണ്ടായി, വലിയ അശുദ്ധി ഉണ്ടായാൽ അവിടെയും കുളിക്കുന്നതിൻ്റെ മുൻപ് നീയത്ത് ചെയ്ത് നോമ്പെടുക്കാവുന്നതാണ്. സുബഹിക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം കുളിച്ചാലും അയാളുടെ നോമ്പ് ശരിയാകും. ഇനി സുബഹി നിസ്കരിക്കണമല്ലോ, അത് നിർബന്ധമാണല്ലോ. അപ്പോൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി അയാൾ പിന്നെ കുളിച്ച്, അല്ലെങ്കിൽ അവർ പിന്നെ കുളിച്ച് വുളു എടുത്ത് വൃത്തിയായി നിസ്കരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ വലിയ ശുദ്ധി ഉണ്ടായിരിക്കെ ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ, കുളിക്കാതെ നോമ്പ് അനുഷ്ഠിച്ചാൽ നോമ്പ് ശരിയാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് നല്ല അറിവുകൾ ഇനിയും ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.